നൂറിന് ഇൻഫോടെക് പാലക്കാട് അവതരിപ്പിക്കുന്ന ടാലി പ്രൈം മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ചിട്ടാണ്. ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിനകത്താണ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ മാസ്റ്റേഴ്സും ഡിസ്പ്ലേ ചെയ്തു വരുന്നത്. ഈ ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ബേസിസിലായിരിക്കും നമ്മുടെ റിപ്പോർട്ട്സ് ഒക്കെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സ് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. ഗേറ്റ് വേ ഓഫ് ടാലിനകത്ത് മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സ് എടുക്കാം. അതിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള മാസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് കാണാൻ കഴിയുന്നതായിരിക്കും. ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് വരുന്ന മെയിനായിട്ടുള്ള മാസ്റ്റേഴ്സ് പറയുന്നത് അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ്, ഇൻവെൻട്രി മാസ്റ്റേഴ്സ്, പേറോൾ മാസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ആദ്യം അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് നോക്കാം. അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ആണ്. അപ്പോൾ അതിലാദ്യം ലെഡ്ജേഴ്സ് എന്താണെന്ന് പഠിക്കാം. ലെഡ്ജർ എന്ന് പറയുന്നത് റെക്കോർഡ് കീപ്പിംഗ് ബുക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ അക്കൗണ്ട് എന്ന് പറയാം. ഇതിനകത്താണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാഷ്, എക്സ്പെൻസ്, ഇൻകം, ഇതെല്ലാം ലെഡ്ജേഴ്സ് ആണ്. അപ്പോൾ ലെഡ്ജേഴ്സ് ആണ് എല്ലാ ട്രാൻസാക്ഷൻസിനെയും മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ലെഡ്ജേഴ്സ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ലെഡ്ജേഴ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസറ്റിൽ വരുന്ന ലെഡ്ജേഴ്സും ഉണ്ട്, അതുപോലെ ലയബിലിറ്റീസ് ഉണ്ട്, അങ്ങനെ കുറേ ലെഡ്ജേഴ്സ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ്സ് പറഞ്ഞാൽ സിമിലർ നേച്ചറിലുള്ള ലെഡ്ജേഴ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ്സ് മെയിനായിട്ട് 28 ഉള്ളത്, അത് പ്രീ ഡിഫൈൻഡ് ആണ്. അതിനകത്ത് 15 പ്രൈമറി ഗ്രൂപ്പ്സും 13 സബ് ഗ്രൂപ്പ്സാണ് ഉള്ളത്. അപ്പോൾ ഗ്രൂപ്പ്സ് ഒന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ്. ഇതുകൂടാതെ നമുക്ക് പുതിയ ഗ്രൂപ്പ് വേണമെങ്കിൽ അതും ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന അക്കൗണ്ടിങ് മാസ്റ്ററാണ് വൗച്ചർ ടൈപ്സ്. വൗച്ചർ ടൈപ്സ് വന്നിട്ട് പ്രീ ഡിഫൈൻഡ് ആയിട്ട് 24 ഉള്ളത്. അതുകൂടാതെ വേണമെങ്കിൽ നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റും ചെയ്യാം. അപ്പോൾ ഈ വൗച്ചർ ടൈപ്പ് യൂസ് ചെയ്യുന്നത് അക്കൗണ്ടിങ് എൻട്രീസ് അല്ലെങ്കിൽ ഇൻവെൻട്രി മാസ്റ്റേഴ്സ്, പേറോൾ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ സെയിൽസ്, പർച്ചേസ്, ഇതൊക്കെ റെക്കോർഡ് ചെയ്യാനാണ് വൗച്ചർ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വൗച്ചർ ടൈപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ വൗച്ചർ ടൈപ്സ് നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു വൗച്ചർ ടൈപ്സും ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന അക്കൗണ്ടിങ് മാസ്റ്ററാണ് കോസ്റ്റ് സെൻറ്റേഴ്സ്. ഒരു ബിസിനസ്സിനകത്ത് പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള എക്സ്പെൻസും ഇൻകംസും സെപ്പറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് കോസ്റ്റ് സെൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. കോസ്റ്റ് സെൻറ്റേഴ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കോസ്റ്റ് സെൻറ്റേഴ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രേഷ്മ, സജിത, അനുഷ, സതീഷ്, ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ കോസ്റ്റ് സെൻറ്റേഴ്സ് ആയിട്ട് വരുന്നത്. ഇതിന് മേലെ കാണുന്ന എംപ്ലോയിൻ്റെ അണ്ടറിലാണ് രേഷ്മ, സജിതയ്ക്ക് വരുന്നത്. അപ്പോൾ രേഷ്മ, സജിത പറയുന്നത് നമ്മുടെ കോസ്റ്റ് സെൻറ്ററും എംപ്ലോയി എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് കാറ്റഗറിയാണ്. ഈ കാണുന്നത് നമ്മുടെ കോസ്റ്റ് കാറ്റഗറി മാസ്റ്റർ. കോസ്റ്റ് കാറ്റഗറി മാസ്റ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത കോസ്റ്റ് സെൻറ്റേഴ്സ്, അതായത് സിമിലർ ആയിട്ടുള്ള ഇൻകമും എക്സ്പെൻസും ഉള്ള കോസ്റ്റ് സെൻറ്റേഴ്സിനെ അലോക്കേറ്റ് ചെയ്യാനാണ് കോസ്റ്റ് കാറ്റഗറീസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും കോസ്റ്റ് കാറ്റഗറീസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഡീഫോൾട്ട് ആയിട്ടുള്ള കോസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പ്രൈമറി കോസ്റ്റ് കാറ്റഗറിയാണ്. ഇതുകൂടാതെയാണ് നമ്മൾ ഇത്രയും കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്ന മാസ്റ്ററാണ് കറൻസീസ്. ഇപ്പോൾ നമ്മുടെ ബിസിനസ് വന്നിട്ട് മൾട്ടി കറൻസി ട്രാൻസാക്ഷൻ ഉള്ള ബിസിനസ് ആണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ബിസിനസ് നടത്തുന്നെങ്കിൽ അവിടെയുള്ള കറൻസിയും നമ്മുടെ കറൻസിയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ പുതുതായിട്ടുള്ളൊരു കറൻസി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനാണ് ഈ കറൻസി വരുന്ന അക്കൗണ്ടിങ് മാസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഡോളറും റുപ്പീസും മാത്രം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡോളർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരും. അപ്പോൾ ഇവിടെ ഡോളറും റുപ്പീസും, ഇതുകൂടാതെ നമുക്ക് പുതുതായിട്ടൊരു കറൻസി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ബഡ്ജറ്റ് അക്കൗണ്ടിങ് മാസ്റ്റർ നോക്കാം. ഒരു സ്പെസിഫിക് പീരീഡിനകത്ത് കമ്പനിയിൽ വരുന്ന ഫണ്ട് ഫ്ലോവിൻ്റെ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യാനാണ് ബഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നത്.
ഇപ്പോൾ ബഡ്ജറ്റ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 2 ബഡ്ജറ്റാണ് മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മാർച്ച് മാസത്തിലത്തെ എക്സ്പെൻസിനെ കുറിച്ചുള്ളതും പിന്നെ ഒന്ന് ജൂൺ മാസത്തെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബഡ്ജറ്റ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് സെനാരിയോസ്. സെനാരിയോസ് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ടൂളാണ്. ഇൻവെൻട്രീൻ്റെയും അക്കൗണ്ട്സിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്തു തരാനാണ് സെനാരിയോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു സെനാരിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഓപ്ഷണൽ പേയ്മെൻറ്റ് പറഞ്ഞിട്ട്. അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഓപ്ഷണൽ പേയ്മെൻറ്റ് പറഞ്ഞ സെനാരിയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പേയ്മെൻറ്റ്, റെസിപ്റ്റ്, സെയിൽസ് പറഞ്ഞ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെൻട്രി മാസ്റ്റേഴ്സ്. ഇൻവെൻട്രി മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ സ്റ്റോക്ക് ഗ്രൂപ്പ്സ് ഉണ്ട്, സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് കാറ്റഗറീസ്, യൂണിറ്റ്, ഗോഡൗൺസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് വിശദമായിട്ട് നമ്മൾ വരും ട്യൂട്ടോറിയലിൽ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് പേറോൾ മാസ്റ്റേഴ്സ് ആണ്. പേറോളിനകത്തും എംപ്ലോയി കാറ്റഗറീസ്, എംപ്ലോയി ഗ്രൂപ്പ്സ്, എംപ്ലോയീസ്, അറ്റൻഡൻസ് ഓർ പ്രൊഡക്ഷൻ ടൈംസ്, പേ ഹെഡ്സ് പറയുന്ന കുറച്ച് മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൽ വരുന്ന മാസ്റ്റേഴ്സും അതുപോലെ ഇൻവെൻട്രി മാസ്റ്റേഴ്സിൽ വരുന്ന മാസ്റ്റേഴ്സ്, പേറോൾ മാസ്റ്റേഴ്സിൽ വരുന്ന മാസ്റ്റേഴ്സ്, ഇത്രയും കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരും ട്യൂട്ടോറിയലിലാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ സമ്മറിയാണ് ഈ കാണുന്നത്. ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. കൂടുതൽ ഇൻട്രാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.